എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചാറ്റ് ജി പി ടി. ഇതെന്താ സംഭവം? നമ്മൾ എല്ലാ സ്ഥലത്തും ഇതുപോലെ ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും അതുപോലെ ഗൂഗിളിലായാലും ഈ ചാറ്റ് ജി പി ടിനെ പറ്റി പല ഇൻഫർമേഷൻസും ഇപ്പോൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതെന്താ സംഭവം? നമുക്ക് ഇത് കുറച്ച് എലാബറേറ്റ് ആയിട്ട് ഒരു ലേമാനിന്, അതായത് നമ്മളെ നോർമൽ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ മനസ്സിലാക്കാൻ പറ്റിയ ഒരു ലാംഗ്വേജിൽ ഞാൻ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഇൻഫർമേഷൻ, എന്തെങ്കിലും ഒരു ടോപ്പിക്കിൽ നമുക്കൊരു ഇൻഫർമേഷൻ വേണമെങ്കിൽ നമ്മൾ സാധാരണ എന്താ ചെയ്യൽ? സാധാരണ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗൂഗിൾ സെർച്ചിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാമെന്ന്, നമ്മൾ എന്താ സെർച്ച് ചെയ്യുന്ന വെച്ചാൽ അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇമീഡിയറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന എന്താ, ആ ഒരു ഇൻഫർമേഷനെ പറ്റിയിട്ടുള്ള ആർട്ടിക്കിൾസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വെബ്സൈറ്റ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വീഡിയോസ് ആയിക്കോട്ടെ, അങ്ങനെ കുറേ ലിങ്ക്സ് നമുക്ക് ഗൂഗിൾ കാണിച്ചു തരും. അപ്പോൾ നമ്മൾ ഓരോ ലിങ്കിൽ പോയിട്ട് അതിനെപ്പറ്റി വായിച്ചു നോക്കും, അല്ലെങ്കിൽ വീഡിയോസ് എങ്കിൽ വീഡിയോസ് വാച്ച് ചെയ്യും. അങ്ങനെ കുറേ വീഡിയോസും കുറേ വെബ്സൈറ്റിലും വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെപ്പറ്റി ഒരു ചെറിയൊരു ഐഡിയ കിട്ടും, അല്ലേ? അപ്പോൾ ഇതിനേക്കാളും അഡ്വാൻസ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ ചാറ്റ് ജി പി ടി എന്ന് പറയുന്ന സംഭവം. അത് വർക്ക് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ്. അതിൻ്റെ ഒരു ടൂളാണ്, അതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ ചാറ്റ് ജി പി ടി എന്നുള്ള ഒരു സംഭവം. ഓക്കെ, അപ്പൊ ഈ ചാറ്റ് ജി പി ടിയും ഗൂഗിളും തമ്മിലുള്ള എന്താണ് ഡിഫറൻസ്? അതായത് ടെക്നോളജി അഡ്വാൻസ് ആയി പോവാന്ന്. ഓക്കെ, പണ്ട് നമുക്കൊരു ഇൻഫർമേഷൻ, ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഒരു ഇൻഫർമേഷൻ വേണമെങ്കിൽ നമ്മൾ കുറെ ബുക്സ് വായിക്കണം, ഇല്ലെങ്കിൽ അതിനെപ്പറ്റി നോളജ് ഉള്ള ആൾക്കാരായിട്ട് ഡിസ്കസ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നത്. അത് കഴിഞ്ഞ് ടെക്നോളജി കുറച്ചുകൂടി അഡ്വാൻസ് ആയി ഇന്റർനെറ്റ് വന്നു, അത് കഴിഞ്ഞിട്ട് ഗൂഗിൾ വന്നു. അപ്പൊ ഗൂഗിൾ വന്നേരം നമ്മൾ അത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു, പിന്നെ അതിന്റെ കുറെ വെബ്സൈറ്റ്സ് വിസിറ്റ് ചെയ്യുന്നു, അതിൽ കുറെ വീഡിയോസ് ഉണ്ടെങ്കിൽ വീഡിയോസ് വാച്ച് ചെയ്യുന്നു. അപ്പം ഇതെല്ലാം അഗെയിൻ ടൈം കൺസ്യൂമിങ് ആണ്. അപ്പൊ ഇതിനെല്ലാം പകരമായിട്ടാണ് ഈ ചാറ്റ് ജി പി ടി എന്നുള്ള ഒരു സംഭവം വന്നത്. ചാറ്റ് ജി പി ടി അതിന്റെ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഒരു വർക്കിംഗ് രീതി എന്ന് പറയുന്നത് നമ്മൾ ഒരാളായിട്ട് ചാറ്റ് ചെയ്യുന്നതിന്റെ ഈക്വൽ ആണ്. ഓക്കെ, നമ്മളിപ്പോൾ വാട്സപ്പിലും അങ്ങനെ പല ചാറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയറിലെല്ലാം ചാറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇതും ഒരു അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പം അവിടെ നമ്മൾ ചാറ്റ് ചെയ്യുന്നത് ആരെടുത്താണ്? ഭയങ്കര നോളജ് ഉള്ള ഒരു വളരെ നല്ലൊരു ഫ്രണ്ടാണ്. ഓക്കെ, അപ്പൊ ആ ഫ്രണ്ടിന്റെ അടുത്ത് നമുക്ക് എന്തും ചോദിക്കാം. ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, ഇപ്പൊ ആൻസർ കിട്ടിയിട്ട് നമുക്ക് അതിൽ എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ ചോദിക്കണം എന്ന് വിചാരിച്ചാൽ നമുക്ക് ആ ഒരു ചോദ്യം നമുക്ക് ചോദിക്കാം, അതിനുള്ള മറുപടി കിട്ടും. ലൈക്ക് നമ്മളൊരു ഫ്രണ്ടോട് ചാറ്റ് ചെയ്യുമ്പോൾ, നമ്മളൊരു സംഭവം ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ, നമ്മളൊരു എന്തെങ്കിലും ഒരു ടോപ്പിക്കിൽ ഡിസ്കഷൻ ചെയ്തു, അന്നേരം ഫ്രണ്ട് ഒരു ആൻസർ ചെയ്താൽ നിങ്ങൾ അതിന് നെക്സ്റ്റ് ചോദ്യം ചോദിക്കുന്നു, അതിന്റെ ആൻസർ കിട്ടുന്നു. എഗെയിൻ അതിൽ ഇനിയും ഫർദർ എന്തെങ്കിലും അറിയാണ്ടെങ്കിൽ ഫർദർ പിന്നെയും ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അതിന് ആൻസർ കിട്ടുന്നു. അതേ രീതിയിലാണ് ഈ ചാറ്റ് ജി പി ടി വർക്ക് ചെയ്യുക. പിന്നെ ചാറ്റ് ജി പി ടി എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന ഗൂഗിളിലുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും എല്ലാം സെർച്ച് ചെയ്ത് അതിന്റെ കംപ്ലീറ്റ് അനാലിസിസ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു സിംഗിൾ ആൻസർ ആയിട്ട് തരാണ്. അതായത് നമ്മൾ ചോദിക്കുന്ന ചോദ്യം നമ്മൾ 10 വീഡിയോസോ അല്ലെങ്കിൽ 10 വെബ്സൈറ്റ് പോയിട്ട് സെർച്ച് ചെയ്യുന്നതിന് പകരം ആ ഒരു ജോബ് നമ്മളെ ഫ്രണ്ട് ആയിട്ടുള്ള ഈ ചാറ്റ് ജി പി ടി ആ പ്രോസസ് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഇൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് നമുക്ക് നമ്മളെ ക്വസ്റ്റ്യന്റെ ആൻസർ തരാണ്. ഓക്കെ, ആൻസർ തരുന്ന മാത്രമല്ല, ഇപ്പൊ നമ്മൾ ഗൂഗിളിൽ ഒരു കാര്യം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഓപ്ഷൻസ് കിട്ടും, ബട്ട് ഫർദർ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. ബട്ട് ഇവിടെ ചാറ്റ് ജി പി ടിയിൽ ആസ് ഗുഡ് ആസ് നമ്മൾ ഫ്രണ്ടോട് ഡിസ്കസ് ചെയ്യുന്ന പോലെ നമുക്ക് ആ ഒരു ടോപ്പിക് തന്നെ നമുക്ക് ഫർദർ ഡിസ്കഷൻ ചെയ്യണമെങ്കിൽ ഫർദർ ഡിസ്കസ് ചെയ്യാം. അതിനുള്ള ആൻസേഴ്സും കൂടി ചാറ്റ് ജി പി ടി നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇതാണ് ചാറ്റ് ജി പി ടിയും ഗൂഗിൾ തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ചാറ്റ് ജി പി ടി കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും അത് നമുക്ക് നമ്മളെ വെബ്സൈറ്റിൽ പോയിട്ട് അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതും കൂടി നമുക്കൊന്ന് കാണാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് google.com സൈറ്റാണ്.
ഓക്കെ, അപ്പൊ google.com സൈറ്റിൽ നമ്മൾ സെർച്ച് ബാറിൽ നമ്മൾ chatGPT എന്ന് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ ഓപ്ഷൻ തന്നെ chatGPT chat.openai.com എന്നുള്ള സൈറ്റാണ്. അപ്പൊ അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വിൻഡോ ഇതാണ്. അവിടെ റൈറ്റ് സൈഡിൽ കാണാം ഗെറ്റ് സ്റ്റാർട്ടഡ്, ലോഗിൻ ഇല്ലെങ്കിൽ സൈൻ അപ്പ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് സൈൻ അപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഗൂഗിൾ യൂസ് ചെയ്തിട്ട്, ഗൂഗിൾ ID യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫേസ്ബുക്ക് യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യാം. ഓക്കെ, നമ്മൾ സൈൻ അപ്പിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു. ഇപ്പൊ ഇവിടെ ക്രിയേറ്റ് യുവർ അക്കൗണ്ട് എന്ന് പറയുന്നുണ്ട്, പിന്നെ താഴെ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് പറയുന്നുണ്ട്. അപ്പൊ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുക്കുക. അപ്പൊ ഇവിടെ നമ്മളെ ഇമെയിൽ IDs, പല ഇമെയിൽ IDs കാണിക്കുന്നുണ്ട്. അതിൽ നമുക്ക് ഏത് ID യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ലോഗിൻ ചെയ്യണമെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. ഓക്കെ, ടെൽ us about you. അപ്പൊ നമ്മളെ പേര് ചോദിക്കുന്നുണ്ട്, പേര് ടൈപ്പ് ചെയ്യുക, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, പിന്നെ ബർത്ത്ഡേ, കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. വെരിഫൈ യുവർ ഫോൺ നമ്പർ. ഡു യു ഹാവ് വാട്സാപ്പ് എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ തൽക്കാലം നോ എന്ന് കൊടുക്കാണ്. അപ്പൊ സെൻഡ് കോഡ് വയ SMS. അപ്പോൾ നമ്മളെ ഫോണിലേക്ക് ഒരു കോഡ് സെൻഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ chatGPT ഓൾറെഡി ലോഗിൻ ആയി. ഇനി നമ്മൾ ഈ കാണുന്ന വിൻഡോ ആണ് chatGPTന്റെ മെയിൻ ഹോം പേജ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ താഴെ നോക്കിയാൽ സെൻഡ് എ മെസ്സേജ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പൊ ഇതാണ് നമ്മൾ ചാറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സ്പേസ്. അപ്പൊ ഇവിടെയാണ് നമുക്ക് എന്താ സെർച്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് chatGPTന്റെ അടുത്ത് ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അവിടെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹൗ ടു മേക്ക് ചിക്കൻ ബിരിയാണി, ഹൗ ടു മേക്ക് ഫിഷ് കറി, ഓക്കെ, അല്ലെങ്കിൽ കേരള ഫിഷ് കറി, വോട്ടെവർ, നമുക്ക് എന്ത് സബ്ജക്ട് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ടൈപ്പ് ചെയ്യാണ് ഹൗ ടു മേക്ക് ഫിഷ് കറി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എൻറ്റർ ചെയ്യുക. അപ്പൊ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മളൊരു ചോദ്യം ചോദിച്ചു, ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് അതിനുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ chatGPT തരാണ്. ഓക്കെ, അപ്പൊ അത് നമുക്കൊന്ന് ചെറുതായിട്ട് കുറച്ചൊന്ന് വായിച്ചു നോക്കാം. Fish curry is a popular dish in many cuisines around the world, and there are numerous variations depending on the region and personal preferences. Here's a basic recipe of making fish curry. This recipe serves 4 people. അതായത് 4 ആൾക്കുള്ള ഒരു ഫിഷ് കറി ഉണ്ടാക്കാനുള്ള റെസിപ്പിയാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അതിലുള്ള ഇൻഗ്രീഡിയൻസ് ഫോർ ദി മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് വേണം, പിന്നെ കറി ഉണ്ടാക്കാൻ എന്തെല്ലാം വേണം, പിന്നെ ഇൻസ്ട്രക്ഷൻസ് ഏതെല്ലാം രീതിയിലാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ ചെയ്യേണ്ടത്, അതിൽ സ്പൈസസ് ഏതെല്ലാം ഇടണം, ടൊമാറ്റോ, അങ്ങനെ ബാക്കിയുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ നമുക്ക് ഇവിടെ കിട്ടി. ഓക്കെ, അപ്പോൾ ഇതേ സംഭവം നമ്മൾ ഇതിൽ ഫർദർ ലൈക്ക് can I make it more spicy, അതായത് ഇവരിപ്പോ ഒരു നോർമൽ രീതിയിലാണ് പറഞ്ഞത്, അപ്പൊ നമുക്ക് കുറച്ചുകൂടി സ്പൈസി ആയിട്ട് ചെയ്യണം. അപ്പം how can I make it more spicy, എൻ്റർ ചെയ്തു. അപ്പൊ അതിനുള്ള ആൻസർ ഇമ്മീഡിയറ്റ്ലി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. ഈ രീതിയിൽ നമുക്ക് എന്ത് ഇൻഫർമേഷൻ വേണമെങ്കിലും നമുക്ക് നല്ല ഒരു ഇന്റലിജന്റ് ആയിട്ട് വളരെ നല്ല നോളജ് ഉള്ള ഒരാളെടുത്ത് അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ടിന്റെ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോലെ, നമ്മൾ വാട്സാപ്പിലെല്ലാം ചാറ്റ് ചെയ്യുന്ന പോലെ ചാറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അതിൽ നമുക്ക് എന്തും ചോദിക്കാം, അതിനുള്ള മറുപടി കിട്ടും. അതിലെന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ചെയ്യാണ്ടെങ്കിൽ അതിനുള്ള മറുപടി കിട്ടും. പിന്നെ ഇത് പല വിധത്തിൽ ഉപയോഗിക്കാം. ഇതിപ്പോ ഞാൻ ഒരു കുക്കിങ്ങിന്റെ ഒരു ഓപ്ഷൻ, ഒരു എക്സാമ്പിൾ കാണിച്ചെന്നുള്ളൂ.
ഇപ്പൊ സപ്പോസ് നമ്മളൊരു കമ്പനിയിൽ ജോബ് ചെയ്യാന്ന്, നമ്മളെ ജോബ് നമ്മളെ ഒരു ക്ലയന്റിന്, നമ്മളൊരു കമ്പനീന്റെ ഒരു ക്ലയന്റിന് നമുക്ക് കമ്പനീനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ ലെറ്റർ അയക്കണം. ഓക്കെ, ബട്ട് ആ ഇൻട്രൊഡക്ഷൻ ലെറ്റർ അയക്കണമെങ്കിൽ അതിന്റെ പല പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിനെപ്പറ്റി നമുക്ക് കുറച്ച് ലാംഗ്വേജ് സ്കില്ല് കുറവാണ്, ഇല്ലെങ്കിൽ നമ്മൾ ഇത് ആലോചിച്ചുണ്ടാക്കണം. അതിന് പകരം നമുക്ക് ഈ ഒരു ഇതിൽ ചാറ്റിൽ നമുക്ക് പറയാം, നമ്മളെ കമ്പനിയുടെ പേര് ഇന്നേ കമ്പനിയാണ്, അതിന്റെ ലൊക്കേഷൻ ഇന്നേ സ്ഥലത്താണ്, പിന്നെ ഞങ്ങളുടെ ബിസിനസ് ഇന്നേ പ്രൊഡക്ട്സ് ആണ്. ഓക്കെ, അപ്പം അതിനെപ്പറ്റി നമ്മളെ ബിസിനസിനെ പറ്റി ചെറിയൊരു ഡീറ്റെയിലിംഗ് കൊടുക്കുക. പിന്നെ പറയാ, ഐ വോണ്ട് an ഇൻട്രൊഡക്ഷൻ ലെറ്റർ ടു ബി സെൻഡ് ടു മൈ ക്ലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻട്രൊഡക്ഷൻ ലെറ്റർ നമുക്ക് വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് നമുക്കത് റെഡിമെയ്ഡ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ അതിൽ ചെറിയ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ നമുക്ക് വരുത്താം, ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ അയക്കാം. അതുപോലെ തന്നെ നമ്മളെ വീട്ടിലുള്ള കുട്ടികൾക്ക് ഇപ്പം അവരുടെ സ്കൂളിൽ ഏതെങ്കിലും പ്രൊജക്ട് വർക്ക് ഉണ്ടാവും, ഇല്ലെങ്കിൽ അവർക്ക് സംശയമുള്ള ഡൗട്ട് ഉണ്ടാവും. അപ്പൊ ഡൗട്ട് ഉണ്ടാവുമ്പോൾ അവരാരോടാ ചോദിക്കുക? either ടീച്ചേഴ്സിനോട് ചോദിക്കും, ഇല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനോട് ചോദിക്കും. അതിന് പകരം നിങ്ങൾക്ക് ഈ chatGPT യൂസ് ചെയ്ത് നമുക്ക് ഏത് ക്വസ്റ്റ്യനെ പറ്റി, അതായത് ഇതിലൊരു സബ്ജക്റ്റോ ഒരു ടോപ്പിക് അങ്ങനെ ഒരു ലിമിറ്റേഷൻസ് ഇതിലില്ല. നമുക്ക് ഏത് ടോപ്പിക് ഏത് സബ്ജക്റ്റിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബിക്കോസ് ഇന്ന് നമ്മളെ ഇന്റർനെറ്റിൽ എല്ലാ സബ്ജക്റ്റും എല്ലാ ടോപ്പിക്കിനെ പറ്റിയും ഉള്ള കംപ്ലീറ്റ് ഡാറ്റ ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ ഈ ChatGPT എന്താ ചെയ്യുന്നത്? നമ്മൾ ഓരോ ചോദ്യത്തിന് കംപ്ലീറ്റ് ഇന്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസിനും റീഡ് ചെയ്തിട്ട് കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യനുള്ള കറക്റ്റ് ആൻസർ ആണ് നമുക്ക് തരുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻസിന് ഒരു ലിമിറ്റ് ഇല്ല, സബ്ജക്റ്റിന് ഒരു ലിമിറ്റ് ഇല്ല. നമുക്ക് എന്ത് സബ്ജക്റ്റിൽ എന്ത് ഡൗട്ട് ചോദിക്കാനുണ്ടെങ്കിലും ChatGPTയിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ആൻസർ കിട്ടും. ആ ആൻസറിൽ തൃപ്തി ഇല്ലെങ്കിൽ നമുക്ക് ഫർദർ ആ ഒരു ചോദ്യത്തിന്റെ ബേസിൽ എഗെയിൻ നമുക്ക് നെക്സ്റ്റ് ചോദ്യം ചോദിക്കാം. അപ്പൊ നമ്മൾ ഇറ്റ്സ് എക്സാക്ട്ലി നമ്മൾ ഈ വാട്സപ്പിലെല്ലാം ചാറ്റ് ചെയ്യുന്ന അതേ ഒരു സിസ്റ്റമാണ്. ബട്ട് നമുക്ക് കറക്റ്റ് ആൻസേഴ്സ് കിട്ടും, കൂടാണ്ട് നമുക്ക് ഫർദർ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കുക, അതിനുള്ള ആൻസറും കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ ടെക്നോളജി. അപ്പൊ ഈ ടെക്നോളജി യൂസ് ചെയ്ത് ഓരോരുത്തരും അവരവരുടെ ബിസിനസ് ആയാലും പേഴ്സണൽ ആയാലും ഇല്ലെങ്കിൽ പ്രൊഫഷണൽ ആയാലും എന്ത് പർപ്പസിനും നമുക്ക് ഈ ഒരു ChatGPT എന്ന് പറയുന്ന ഒരു സംഭവത്തിന് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിനെപ്പറ്റി തന്നെയായിരുന്നു. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി ഷെയർ ചെയ്യുക. ബിക്കോസ് ഈ ഒരു ഇൻഫർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലർക്കും ChatGPT എന്താണെന്ന് അറിയില്ല. അപ്പൊ മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ആ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക, സോ ദാറ്റ് ഞങ്ങൾ ഇടുന്ന ഓരോ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. Okay, thanks for watching and have a great day.